ഇന്നിപ്പോൾ നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതീക്ഷിച്ചതിനും വിപരീതമായിട്ട് നമുക്ക് LDFന് ഒത്തിരി സീറ്റുകൾ നഷ്ടമായിട്ടുണ്ട്. ഈ സീറ്റ് നഷ്ടമാകാനായിട്ട് ഇന്നിപ്പം പാർട്ടിയുടെ മുകൾ ഘടകത്തിലിരിക്കുന്ന ഒരുപാട് പേർക്ക് അതിന് പങ്കുണ്ട്. കാരണം സമൂഹത്തിൽ പാർട്ടിയുടെ വില ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പാർട്ടിക്കാരാണെന്നുണ്ടെങ്കിലും പാർട്ടി പ്രവർത്തകരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പാർട്ടിയെക്കാളും വലുതും ജനങ്ങളാണ്. ജനങ്ങളുടെ കാര്യങ്ങളും കൂടെ നോക്കുക. അത് ചെയ്യാണ്ട് ജനങ്ങൾക്ക് അത് കൊടുത്തു ഇത് കൊടുത്തു എന്നുകൊണ്ട് മാത്രം വോട്ട് നേടാനായിട്ട് നോക്കരുത്. അതിൻ്റെ പിന്നിൽ ഇവർ എന്തെല്ലാം കാണിക്കുന്ന അഴിമതികളും കാര്യങ്ങളും പുറത്തു വന്നതിൻ്റെ പുറത്താണ് ജനങ്ങൾ വെറുത്തു തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ഉള്ള കാര്യമാണെന്ന്, കാരണം ഈ തോൽവിയായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ ഈ വോട്ടെണ്ണൽ ബൂത്തിലും കാര്യങ്ങളും ഒക്കെ പോയപ്പോഴത്തേക്ക് അവിടുന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. തോൽവിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് എല്ലാവരും കളിയാക്കി പറയുന്ന കാര്യങ്ങളൊന്ന് നവകേരള സദസ്സിൻ്റെ കാര്യമാണ്. അതുപോലെ പലതരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ സ്വന്തം പാർട്ടി ആയതുകൊണ്ട് എനിക്ക് എടുത്തു പറഞ്ഞ് കുത്തി ഇതാക്കാനായിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നവകേരള സദസ്സിൽ ഉൾപ്പെടെ ചിലവ് ഒരുക്കാനെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ക്യാഷ് ഒരുപാട് കൊണ്ടുപോയി. ഈ പറഞ്ഞ ശബരിമലയിലെ കൊള്ളയുടെ കാര്യം വന്നിരിക്കുന്നത്, അങ്ങനെ ദൂർത്ത് മുഖ്യൻ്റെ ഭാഗത്തുനിന്ന് ആ ദൂർത്ത് നടക്കുന്നു, ഈ ദൂർത്ത് നടക്കുന്നു, ഓരോ മന്ത്രിമാരുടെ ദൂർത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പം വോട്ടിൽ ജയിച്ചിരിക്കുന്നതിൽ പലരും നോക്കിയിരിക്കുന്ന പാർട്ടിയെ മാത്രമല്ല, ഇലക്ഷനിൽ നിന്ന വ്യക്തികളെ നോക്കിയാണ് ചെയ്തിരിക്കുന്നത്. പാർട്ടിയെ നോക്കി ചെയ്തിരുന്നെങ്കിൽ ഇതിലും ഭൂരിപക്ഷം കുറഞ്ഞു പോയേനെ. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്നിപ്പം അമ്പലപ്പുഴയിൽ തന്നെ, നമ്മുടെ ആലപ്പുഴയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അമ്പലപ്പുഴയിൽ SDP ഉൾപ്പെടെ SDP അതുപോലെ NDA ഒക്കെ നല്ലപോലെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. അതായത് അവരൊന്നും അക്കൗണ്ട് തുറക്കാത്ത മേഖലയിൽ പോലുമാണ് അവർ അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അത് ഭരണവിരുദ്ധത തന്നെ ജനങ്ങളുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ ഒപ്പം തന്നെ മണി എന്ന് പറയുന്ന ആളറിയാലോ, ഇന്നൊരു പ്രസ്താവന ഉന്നയിച്ചിരിക്കുന്നു. നമ്മുടെ പെൻഷനും അതും ഇതും എല്ലാം വാങ്ങി ശാപ്പാടടിച്ചതിന് ശേഷം നന്ദികേട് കാണിച്ചു എന്നുള്ളത്. ഒന്ന് പറഞ്ഞോട്ടെ സാർ, ഈ പെൻഷൻ കൊടുത്തിരിക്കുന്ന ക്യാഷ് ഒരിക്കലും സാറിൻ്റെയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെ ശമ്പളത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ എടുത്തു കൊടുത്തിരിക്കുന്ന ക്യാഷ് അല്ല. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരനായ ജനങ്ങൾ ടാക്സ് അടയ്ക്കുന്ന പൈസയിൽ നിന്നാണ്. അത് മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലല്ല. നമ്മൾ ഭീമമായ ടാക്സ് നമ്മൾ ഓരോ കാര്യത്തിനും കൊടുത്തിട്ട് അതിൻ്റെ ഒരു വിഹിതത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഈ പ്രായമായവർക്ക് കൊടുക്കുന്നത്. അതിൽ നിങ്ങൾ കണക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ നിങ്ങൾ ഈ പറയുന്ന സാധനം കൊടുക്കുന്നത് തന്നെ ജനങ്ങളെ സേവിക്കുന്നതിന് മാത്രമല്ലല്ലോ, വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൂടെ ലക്ഷ്യം വെച്ചിട്ടില്ലേ? ഇലക്ഷനോട് അടുപ്പിച്ചല്ലേ 1600 രൂപ കിടന്നതിൻ്റെ അകത്ത് 400 രൂപയും കൂടെ കൂട്ടി ഇതാക്കിയിരിക്കുന്നത്. അത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പണ്ട് തൊട്ടേ രണ്ടാമത് പിണറായി സർക്കാർ വന്ന സമയത്തും എല്ലാവരും പറഞ്ഞത് കിറ്റ് കൊടുത്തിട്ട് തന്നെയാണെന്നാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഓരോന്ന് ജനങ്ങൾക്ക് കൊടുത്ത് അവരുടെ കണ്ണ് മഞ്ഞളിപ്പിച്ചതിന് ശേഷമാണ് വോട്ട് മേടിക്കുന്നത്. കാരണം ഒന്നിലും പാർട്ടി പ്രവർത്തകരായിട്ടുള്ള കുറച്ച് പേരുണ്ടെങ്കിലും ഒന്നിലും പെടാത്ത ജനങ്ങളുണ്ട്. ആ ഒന്നിലും പെടാത്ത ജനങ്ങളാണ് കൂടുതലായിട്ടും നമ്മളെ ഭൂരിപക്ഷത്തിൽ വെക്കുന്നത് അല്ലെങ്കിൽ നിർത്തുന്നത്. അത് ചിന്തിക്കുന്നില്ല. ഇപ്പം നമ്മുടെ ഭരണവിരുദ്ധത കൊണ്ട് തന്നെയാണ്. അത് പാർട്ടി ചെക്ക് ചെയ്യണം, അത് പരിശോധിക്കണം. താഴത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണെന്ന് പഠിച്ച് ആ തെറ്റ് തിരുത്തിയെങ്കിൽ മാത്രമേ നമ്മളെ ജനങ്ങൾ സ്വീകരിക്കത്തുള്ളൂ. അല്ലാതെ ഈ വഴിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കൊണ്ടോ എന്തെങ്കിലും കാണിച്ചിട്ടോ നമ്മൾ നേടുന്നതിനേക്കാൾ നല്ല നമ്മൾ ജനത്തിൻ്റെ മനസ്സിൽ സ്ഥാനം നേടണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ തിരുത്തണം. തെറ്റുകൾ തിരുത്തി ശരിയായി കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് ജനം നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. അല്ലാതെ കിട്ടുന്നത് നമുക്ക് വിജയമല്ല. ഇപ്പൊ തന്നെ ആളുകളെ നോക്കിയാൽ. അതിനുപരി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഇലക്ഷനിൽ നിന്നിരിക്കുന്നവരെല്ലാവരും ആകെപ്പാടൊരു മെമ്പർ ആയാൽ പോലും 8,000 9,000 രൂപ എന്തോ സാലറി കിട്ടത്തുള്ളൂ. ആ സാലറി പ്രതീക്ഷിച്ച് ഇത്രയും വെയിലും കൊണ്ട് ഇത്രയും ആൾക്കാരെയും കൊണ്ട് നടന്ന് അവർ ജയിക്കുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാവരും ജയിച്ച് ഭരണത്തിൽ കയറി വരുന്നത് അവനവൻ്റെ കീശ നിറയ്ക്കാൻ തന്നെയാണ്. അല്ലാതെ നാടിനെ മാത്രം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലൊന്നും അല്ല എല്ലാവരും വരുന്നത്. അപ്പം കട്ടോട്ടെ, കക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഭാഗം നാടിനും അല്ലെങ്കിൽ സാധാരണക്കാർക്കും വേണ്ടി ചെയ്യുമ്പോഴത്തേക്കും ജനങ്ങൾ കൂടെ നിൽക്കും. അല്ലാതെ മൊത്തമായിട്ട് കക്കാൻ നിൽക്കുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം മെമ്പറായിട്ടിരുന്നതിന് ശേഷം സാഹചര്യങ്ങൾ മാറിയ ഒത്തിരി പേര് എനിക്കറിയാം. പേരെടുത്ത് പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല, കാരണം നാളെയും കാണേണ്ട മുഖങ്ങളായതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. അതിനുശേഷം പല കഥകൾ വന്ന് സ്ഥലം വിറ്റതായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഓഹരി കിട്ടി എന്ന് പറഞ്ഞും മക്കൾ ജോലി കിട്ടിയതിന് ശേഷം ലോൺ എടുത്തതാണെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഈ എന്താ പറയുക, ഭരണം 5 വർഷം തികച്ച് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും വരുന്നുണ്ട്. അതെല്ലാം ജനങ്ങൾ തന്നെയാണ് കാണുന്നത്. ജനങ്ങളുടെ ഇടയിൽ തന്നെ സംസാരമുണ്ട്. എന്നിട്ട് വീണ്ടും വീണ്ടും നമുക്ക് അവർ വോട്ട് ചെയ്യുന്നത് ഇനിയെങ്കിലും ശരിയാകും അല്ലെങ്കിൽ അവർ ചെയ്തു തരും എന്നുള്ള വിശ്വാസവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ജനങ്ങൾ അല്ല ആ വ്യക്തി നല്ലതാണ് എന്ന് തോന്നുമ്പോൾ അവരെ വിശ്വസിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ തന്നെ വിചാരിക്കണം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഭരണവിരുദ്ധത എന്ന് പറയുന്നത് അത് മാറ്റാൻ വേണ്ടി അവരുടെ കണ്ണ് മഞ്ഞളിപ്പിച്ചിട്ട് കാര്യമില്ല. താഴേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അല്ലെ എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് കൊണ്ടാണ് അത് മാറ്റിയതിന് ശേഷമുള്ള കാര്യങ്ങൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ കൊടുത്തതിന് അവരെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇമാതിരിയുള്ള നാണം കെട്ട വർത്താനം പറഞ്ഞിട്ടോ കാര്യമില്ല.